الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം വായിക്കുന്ന ദർസിലാണ് നമ്മളുള്ളത്. അവസാനമായി ഹിജറ 6 സംഭവിച്ച നടന്ന കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി ഹിജറ 7 എന്തെല്ലാമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നതാണ് ഇവിടെ പരാമർശിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكان فتح خيبر في 7 وحظر لحم الحمر الأهلية فيها ومتعة النساء الردية وسم في شاة بها هدية ثم اصطفى صفية صفية ثم على أم حبيبة عقد ومهرها عنه النجاشي فقد ومهرها عنه النجاشي نقد ثم أتت ومن بقي مهاجرا وعقد ميمونة كان الآخرا وقبل إسلام أبي هريرة وبعد عمرة القضاء الشهيرة. ഇവിടെ ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി അടുത്തതായി പറയുന്നത് വകാന ഫത്ഹു ഖൈബറിൻ ഫി 7 ഖൈബർ യുദ്ധം അത് ഹിജറ 7 സംഭവിച്ചിട്ടുള്ളത്. ആദ്യം ഈ വരിയുടെ അർത്ഥം ചെറിയ രൂപത്തിൽ പറയാം, അതിനുശേഷം ഇൻഷാ അല്ലാഹ് വിശദീകരണത്തിലേക്ക് കടക്കാം. വഹദ്റു ലഹ്മിൽ ഹുമുരിൽ അഹ്ലിയ ഫീഹാ വമുതഅത്തിൻ നിസാ അർറദിയ. വഹദ്റു നിരോധിക്കപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചു ലഹ്മി അൽ ഹുമുരിൽ അഹ്ലിയ, അഹ്ലിയായ കഴുതകൾ 2 തരമുണ്ട്. ഒന്ന് അഹ്ലിയായതും മറ്റേത് വഹ്ഷിയായതും. നാട്ടിൽ ഉപയോഗിക്കുന്ന കഴുതയും മനുഷ്യരോട് ഇണങ്ങി നടക്കുന്ന കഴുത, അതേപോലെ കാട്ടിൽ ഉണ്ടാകുന്ന കഴുത. ഇതിൽ നാട്ടിലുണ്ടാകുന്ന കഴുത അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മാംസം കഴിക്കാൻ പാടില്ല എന്ന് നിരോധിക്കുകയാണ്. അല്ലാഹു തആലയുടെ കൽപ്പനയാണ്. ഫീഹ അതേ വർഷം തന്നെയാണ് വമുതഅത്തിൻ നിസാ അർറദിയ, മുതഅ വിവാഹം അത് വിലക്കപ്പെടുന്നതും. മുതഅ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ ഒരു നിശ്ചിത കാലയളവ് പറഞ്ഞുകൊണ്ട് മഹർ കൊടുത്ത് കല്യാണം കഴിക്കുന്നതിനാണ് മുതഅ വിവാഹം എന്ന് പറയുന്നത്. 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക് ഇങ്ങനെ ഒരു കാലയളവ് പറഞ്ഞുകൊണ്ട് വിവാഹം ചെയ്യുന്നതിനാണ് മുതഅ വിവാഹം എന്ന് പറയുന്നത്. ആ സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിച്ചു, അത് വിലക്കുകയാണ്. ثم على أم حبيبة عقد ومهرها عنه النجاشي نقد. അതിനുശേഷം പിന്നീട് പറയുന്നത് ഉമ്മു ഹബീബയുമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെ സംബന്ധിച്ചാണ്. വമഹ്റഹാ അൻഹു النجاشي نقد. ആ വിവാഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മഹർ നൽകിയിട്ടുള്ളത് നജ്ജാഷിയാണ്. എത്യോപ്യയിലെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന നജ്ജാഷിയാണ് ഉമ്മു ഹബീബക്ക് വേണ്ടി മഹർ നൽകിയിട്ടുള്ളത്. വസുമ്മ ഫീ ഷാത്തിൻ ബിഹാ ഹദിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയയായി ഇറച്ചിയിൽ വിഷം ചേർത്തുകൊണ്ട് ഒരു യഹൂദ സ്ത്രീ കൊടുത്ത സംഭവമാണ്. ثم اصطفى صفية صفية. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫിയയെ വിവാഹം ചെയ്തു. ثم أتت ومن بقي مهاجرا. അതിനുശേഷം മുഹാജിറുകളായി ഹബശയിലേക്ക് പുറപ്പെട്ട ആളുകൾ, എത്യോപ്യയിലേക്ക് പോയ ആളുകൾ, അവർ മദീനയിലേക്ക് തന്നെ തിരിച്ചു മടങ്ങിയ സംഭവമാണ്. വഅഖ്ദു മൈമൂനത കാനൽ ആഖിറ. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തത് മൈമൂനയെയാണ്. മൈമൂനയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു. വഖബലു ഇസ്ലാമു അബീ ഹുറൈറ. ഖൈബർ യുദ്ധത്തിന് മുമ്പ് തന്നെ അബൂ ഹുറൈറ
എന്ന മഹാനായ സ്വഹാബി, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. വബഅദു ഉംറത്തു അൽ ഖളാ അഷ്ശഹീറ, ഉംറത്തുൽ ഖളാ എന്നറിയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉംറ നടന്നതാണ് ഇതിൽ പറയുന്നത്. ഇനി ഓരോന്നും നമുക്ക് വിശദമായി തന്നെ പറയാവുന്നതാണ്. വകാന ഫത്ഹു ഖൈബറിൻ ഫിസ്സാബിഅ, ഹിജറ 7 നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഖൈബർ യുദ്ധം. എന്താണ് ഖൈബർ യുദ്ധം നടക്കാനുണ്ടായ കാരണം? നമുക്കറിയാം, നമ്മളിപ്പോൾ ഉള്ളത് ഹിജറ 6 വർഷങ്ങൾക്ക് ശേഷമാണ്. ഹിജറ 6 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധി ഉണ്ടാക്കി. മുശ്രിക്കീങ്ങളുമായി ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ധിയിലാണ്, കരാറിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ഉപദ്രവം പേടിക്കേണ്ടതില്ല. മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കൾ, അവരുമായി കരാറിലാണ്. ഇനി അവരെ പേടിക്കേണ്ടതില്ല. എന്നാൽ മുസ്ലിമീങ്ങൾക്ക് പിന്നീട് ഉപദ്രവം ഉണ്ടാക്കിയിരുന്ന ആളുകളാണ് യഹൂദികൾ. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അവരുടെ ഉപദ്രവം അത് തടുക്കുന്നതിനു വേണ്ടി. അവരെ കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, യഹൂദികളെ കൊണ്ട്. ബനൂ നദീർ ഗോത്രത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് പുറത്താക്കിയ ചരിത്രം നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ അവർ മദീനയിൽ നിന്ന് പോയത്, അവരിലെ നേതാക്കന്മാരിൽ പലരും പോയിട്ടുള്ളത് ഖൈബറിലേക്കാണ്. അങ്ങനെ ഖൈബറിലേക്ക് ചെല്ലുകയും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ മദീനക്കെതിരിൽ ഒരു സൈന്യത്തെ തയ്യാറാക്കുകയും മദീനക്കെതിരെ എപ്പോഴും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പണിയായിരുന്നു യഹൂദികൾ എടുത്തിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഖൈബറിലേക്ക് പുറപ്പെടുകയാണ്. അള്ളാഹു ഖൈബറിലെ ഗനീമത്ത് അത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മക്കൻ ഫത്ഹ് അല്ല, സുൽഹുൽ ഹുദൈബിയ സന്ധി കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മടങ്ങി വരുന്ന സമയത്ത് തന്നെ സൂറത്തുൽ ഫത്ഹിലൂടെ അല്ലാഹു തആല ഖൈബറിൽ നിന്ന് ലഭിക്കുന്ന ഗനീമത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വമഗാനിമ കസീറതൻ യഖുദൂനഹ, ഒരുപാട് ഗനീമത്ത് സ്വത്തുകൾ അത് മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ഹുയൈ ഇബ്നു അഖ്തബിനെ പോലെയുള്ള ആളുകൾ ബനൂ നദീറുകാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവർ പോയത് ഖൈബറിലേക്കാണ്. അവർ ഖൈബറിൽ നിന്ന് തിരിച്ചു വന്ന് ബനൂ ഖുറൈദ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ കരാർ ലംഘിക്കാൻ വേണ്ടി പരിശ്രമിച്ച കഥകൾ അതും നമ്മൾ ഇതിനു മുൻപ് പഠിച്ചിട്ടുണ്ടാകും. ഇനി ഇതാണ് ഖൈബർ യുദ്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടാനുള്ള കാരണം. മുസ്ലിമീങ്ങൾക്കെതിരിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന യഹൂദികളെ അവരെ ശരിയാക്കുന്നതിനു വേണ്ടി, അതേപോലെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുമായി പുറപ്പെടുകയാണ്. ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത ആളുകൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂട്ടിയിട്ടുള്ളത്. എപ്പോഴാണ് ഈ യുദ്ധം നടന്നിട്ടുള്ളത്? ഹിജറ 7 അതാണ് ഇതിൽ ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്. അതല്ലാത്ത ഹിജറ 6 എന്ന അഭിപ്രായമുണ്ട്. ഏത് മാസത്തിലാണ് നടന്നത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകളുണ്ട്. അങ്ങനെ മുസ്ലിമീങ്ങൾ അവരുടെ ഈമാനിന്റെ ശക്തി മുഖേന, ഈമാനിന്റെ ശക്തി സംഭരിച്ചുകൊണ്ട് അവർ ഖൈബറിലേക്ക് പുറപ്പെടുകയാണ്. ഖൈബർ ആകട്ടെ കോട്ടകൾ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമാണ്. അതേപോലെ ധാരാളം കൃഷിയുള്ള യഹൂദികൾ താമസിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾ ഉറക്കെ തക്ബീർ ചൊല്ലിക്കൊണ്ട്, തഹ്ലീൽ ചൊല്ലിക്കൊണ്ടാണ് ഖൈബറിലേക്ക് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പോൾ അവരെ തടഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നകും തദ്ഊന സമീഅൻ ഖരീബ, അടുത്തുള്ള എല്ലാം കേൾക്കുന്ന റബ്ബിനാണ് നിങ്ങൾ ദിക്ർ ചൊല്ലുന്നത്, അതുകൊണ്ട് അവൻ നിങ്ങളോടൊപ്പമുണ്ട്, അതുകൊണ്ട് തന്നെ പേടിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ മുസ്ലിമീങ്ങൾ ഫജ്റിന് മുമ്പായി തന്നെ ഖൈബറിനോട് അടുത്ത പ്രദേശത്തേക്ക് എത്തി. അങ്ങനെ അവർ ഫജ്ർ നിസ്കരിച്ചു. ഈ വിവരം മുനാഫിഖീങ്ങളുടെ നേതാവായ ഉബയ്യ് ഇബ്നു സലൂൽ, അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ അത് ഖൈബറിലെ യഹൂദികൾക്ക് കത്തെഴുതിയിട്ടുണ്ട്. മുഹമ്മദ് അതാ പുറപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്കെതിരെ പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ഉബയ്യ് ഇബ്നു സലൂൽ, അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ഖൈബറിലെ യഹൂദികൾക്ക് കത്തെഴുതിയിട്ടുണ്ട്. എന്നാൽ
അവൻ പറഞ്ഞത് നിങ്ങൾ പേടിക്കേണ്ടതില്ല, പ്രവാചകന്റെ കൂടെയുള്ളത് ദുർബലരായ ആളുകളാണ് എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈബറിന് തൊട്ടടുത്ത സ്ഥലത്തേക്ക് എത്തിയത് അവർ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഫജ്ർ നിസ്കാരത്തിന് ശേഷം പ്രവാചകനും സഹാബത്തും ഖൈബറിലേക്ക് കടക്കുകയാണ്. അങ്ങനെ സൂര്യൻ ഉദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈബറിന്റെ അരികിലേക്ക് കടന്നു വന്നു. അവരാകട്ടെ അവർ ജോലിക്ക് പോകുന്ന തിരക്കിലാണ്. യഹൂദികൾ പ്രവാചകനെയും ഈ വലിയ സംഘത്തെയും കണ്ടപ്പോൾ അവർ പറഞ്ഞു, മുഹമ്മദുൻ വൽ ഖമീസ്, മുഹമ്മദും സൈന്യവും അതാ വന്നിരിക്കുന്നു. ഖമീസ് എന്ന് പറയാൻ കാരണം യുദ്ധത്തിന്റെ സൈന്യത്തിന് 5 ഭാഗങ്ങളായിട്ടാണ് തിരിക്കുക. ഒന്ന് മുഖദ്ദമ, മുമ്പിലുണ്ടാകുന്ന സൈന്യം, പിന്നെ പുറകിലുണ്ടാകുന്നത്, ഖൽബ് എന്ന് പറയും, നടുക്ക് നിൽക്കുന്ന സൈന്യം, പിന്നെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായിട്ടുള്ള സൈന്യം. ഇങ്ങനെയാണ് സൈന്യമുണ്ടാവുക. അതാണ് മുഹമ്മദും ഖമീസും വന്നിരിക്കുന്നു എന്ന് അവർ പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറഞ്ഞു, അല്ലാഹു അക്ബർ, ഖരിബത് ഖൈബർ, ഖൈബർ ദാ നശിച്ചിരിക്കുന്നു. ഇന്ന ഇദാ നസൽനാ ബിസാഹതി ഖൗമിൻ ഫസാഅ സബാഹുൽ മുൻദിരീൻ, ഞങ്ങളതാ ഒരു സമൂഹത്തിന്റെ മുൻപിൽ, ഒരു സമൂഹത്തിന്റെ മുറ്റത്ത് വന്നിറങ്ങിയാൽ അവർക്ക് എത്ര മോശം പകലാണ് എന്നത്. അങ്ങനെ ഖൈബർ എന്നത് ഒരുപാട് കോട്ടകൾ നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അവർ ആകട്ടെ അവരുടെ കോട്ടയിലേക്ക് അഭയം പ്രാപിക്കുകയും അവർ അവിടെ സുരക്ഷിതനായി കഴിയുകയും ചെയ്തു. മുസ്ലിമീങ്ങൾ അവരുടെ കോട്ടകൾ ഓരോന്നോരോന്നായി, അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ഖൈബർ പിടിച്ചെടുക്കുന്നത്. അങ്ങനെ അതിൽ ഏറ്റവും പ്രയാസം സൃഷ്ടിച്ച ഒരു കോട്ടയായിരുന്നു ഹിസ്നു നായിം എന്ന് പറയുന്ന കോട്ട. അത് കീഴടക്കാൻ ഒരുപാട് ദിവസമെടുത്തു. മുസ്ലിമീങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടു. അങ്ങനെ അവരുടെ നേതാവ് ഹിസ്നു നായിം, ആ കോട്ടയിലുള്ള അവരുടെ നേതാവായ മർഹബ് എന്ന വ്യക്തി, അവനെ കുറിച്ച് പറയുന്നത് യഹൂദികളുടെ 1000 ആൾക്ക് തുല്യമാണ് മർഹബ് എന്നാണ്. അങ്ങനെയുള്ള ധീരനായ, അവരുടെ ബത്തലായ, അവരുടെ നേതാവായ, അതേപോലെ അവരിലെ ഏറ്റവും ശക്തിയുള്ള വ്യക്തിയാണ് മർഹബ് എന്ന്. അവൻ ചില കവിതകൾ പാടിക്കൊണ്ട് മുന്നിലേക്ക് വന്നു. അങ്ങനെ മുസ്ലിമീങ്ങളെ പേടിപ്പിക്കുന്ന രൂപത്തിൽ കവിതകൾ പാടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ആ കോട്ട ഉപരോധിച്ചിരിക്കുകയാണ്. വാഖിദിയുടെ റിവായത്ത് പ്രകാരം 10 ദിവസങ്ങളോളം ആ കോട്ട വളഞ്ഞു എന്നാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് കീഴടക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ആ ദിവസം രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നാളെയാകട്ടെ ഞാൻ ഈ പതാക ഒരു മനുഷ്യന് കൊടുക്കും. എന്താണ് മനുഷ്യന്റെ പ്രത്യേകത? റജുലുൻ യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. വയുഹിബ്ബുല്ലാഹ വറസൂലഹു, അദ്ദേഹമാകട്ടെ അള്ളാഹുവിനെയും പ്രവാചകനെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹം, ഞാൻ നാളെ ഈ പതാക ഒരു മനുഷ്യന് നൽകും. ആ വ്യക്തിയാകട്ടെ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹുവും റസൂലും ആ മനുഷ്യനെയും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ സഹാബികളെല്ലാം ആ രാത്രി ആർക്കായിരിക്കും ആ പതാക ലഭിക്കുക എന്ന ചിന്തയിലാണ്, ചർച്ചയിലാണ്. എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് തനിക്ക് ആ പതാക ലഭിച്ചിരുന്നെങ്കിൽ എന്നാണ്. ഉമറുൽ ഖത്താബ് പറയുന്നതായി കാണാം, അന്നല്ലാതെ ഞാൻ നേതൃത്വം ആഗ്രഹിച്ചിട്ടില്ല. കാരണം നാളത്തെ പ്രത്യേകത എന്താണ്? ആ കൊടി കിട്ടുന്ന ആളുകൾ, അത് മുഖേന അള്ളാഹു തആല മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അള്ളാഹുവും റസൂലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുസ്ലിമീങ്ങൾ, സഹാബത്ത് രാത്രി മുഴുവൻ ചർച്ചയിലായി കഴിച്ചുകൂട്ടി. അങ്ങനെ രാവിലെ ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു എവിടെ എന്ന് അന്വേഷിച്ചു. അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന് രോഗമാണ്, അദ്ദേഹത്തിന് കണ്ണിൽ രോഗം ബാധിച്ചിട്ട് അദ്ദേഹം വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ മറ്റൊരാൾ പോയി അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുപ്പല് തെറിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് ഊതി. അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണിലെ രോഗം അത് ശിഫ ആവുകയാണ്. പിന്നീട് ഒരിക്കലും അലി ഇബ്നു അബി താലിബിന് കണ്ണിന് രോഗം ബാധിച്ചിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ രോഗം സുഖപ്പെട്ടു. എന്നിട്ട്
അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ചോദിച്ചു, നമ്മെ പോലെ ആകുന്നത് വരെ ഞാൻ അവരോട് യുദ്ധം ചെയ്യണമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അവധാനത കാണിക്കുക, അവരുടെ മുറ്റത്തേക്ക് ചെന്നിറങ്ങുക, എന്നിട്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. അങ്ങനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും വല്ലാഹി ല യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ അൻ യകൂന ലക ഹുംറുൻ നഅം. അങ്ങനെ നീ മുഖേന ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കുക എന്നതാണ് നിനക്ക് ചുവന്ന ഒട്ടകങ്ങൾ ഉണ്ടാകുന്നതിനേക്കാളും നല്ലത്. അവർക്ക് ഹിദായത്ത് പറഞ്ഞു കൊടുക്കുക, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. മറ്റു ചില റിവായത്തിൽ അള്ളാഹുവിന് നിർബന്ധമായിട്ടുള്ള ബാധ്യതകൾ എന്താണ് എന്ന് അവരെ പഠിപ്പിക്കുക. എന്താണ് അള്ളാഹുവിനോടുള്ള ബാധ്യത? അവനെ മാത്രം ആരാധിക്കുക എന്നതാണ്, അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക എന്നതാണ്. ഈ ബാധ്യത അവരെ പഠിപ്പിക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം അലി ഇബ്നു അബീ ത്വാലിബ് അവിടേക്ക് പുറപ്പെടുകയാണ്. നോക്കൂ നിങ്ങൾ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ ശ്രേഷ്ഠത എത്രയാണ്! ഒരുപാട് ശ്രേഷ്ഠതകളുള്ള സ്വഹാബിയാണ് അലി ഇബ്നു അബീ ത്വാലിബ്. അദ്ദേഹത്തിന്റെ ഈ ശ്രേഷ്ഠത അള്ളാഹും റസൂലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതേപോലെ ഖൈബർ വിജയിക്കുന്നത് അദ്ദേഹത്തിന്റെ കൈകളിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരിൽപ്പെട്ട ആളായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഹുദൈബിയ സന്ധി എഴുതുന്ന സന്ദർഭം. അലി ഇബ്നു അബീ ത്വാലിബാണ് ആ സന്ധി എഴുതുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മായ്ക്കാൻ പറഞ്ഞ സംഭവം. അതേപോലെ ഒരുപാട് ശ്രേഷ്ഠതകൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തബൂക്കിൽ യുദ്ധത്തിന് പോയപ്പോൾ അദ്ദേഹത്തെ കൂട്ടിയിട്ടില്ല. ആ സന്ദർഭത്തിൽ അലി ഇബ്നു അബീ ത്വാലിബിനോട് പറഞ്ഞു, അമാ തർദ അൻ തകൂന ബിമൻസിലതി ഹാറൂൻ മിൻ മൂസ. മൂസക്ക് ഹാറൂൻ ഏതുപോലെയാണോ അതേപോലെയാണ് ഞാൻ നിനക്ക്. നീ എനിക്ക്, മൂസാ നബിക്ക് ഹാറൂൻ എങ്ങനെയാണോ അതേപോലെയാണ്. മൂസാ നബി അലൈഹിസ്സലാം ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ പകരമാക്കിയതുപോലെ പ്രവാചകൻ പോകുന്ന സന്ദർഭത്തിൽ അലി ഇബ്നു അബീ ത്വാലിബിനെയാണ് പകരമാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ചരിത്രം നമ്മൾ വായിക്കുന്നതാണ്, തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രം. അതേപോലെ പ്രവാചകൻ കഴിഞ്ഞാൽ അബൂബക്കറും ഉമറും ഉസ്മാനും കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠൻ അലി ഇബ്നു അബീ ത്വാലിബാണ്. അതേപോലെ ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ് വളരുന്നത്. പ്രവാചകന്റെ മകളെ കല്യാണം കഴിച്ചു. അങ്ങനെ പ്രവാചകനോട് കുടുംബബന്ധമുള്ളതാണ്. ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ സഹാബിയാണ് അലി ഇബ്നു അബീ ത്വാലിബ്. അങ്ങനെ മുസ്ലിങ്ങൾ അവർ കോട്ടയുടെ മുന്നിലേക്ക് പുറപ്പെടുകയാണ്. അവരുടെ നേതാവ് മർഹബ് അവൻ പുറത്തേക്ക് വന്നു. മുസ്ലിമീങ്ങളിൽ നിന്ന് ആമിർ ഇബ്നുൽ അഖ്വ എന്ന സഹാബിയെ മർഹബ് വധിച്ചു കളഞ്ഞു. പിന്നീട് അവനോട് യുദ്ധം ചെയ്യുന്നത് അലി ഇബ്നു അബീ ത്വാലിബാണ്. മർഹബ് ചില വരികളൊക്കെ പാടി, ഞാൻ അദ്ദേഹത്തിന്റെ മർഹബിന്റെ ധീരത തെളിയിക്കുന്ന ചില വരികൾ. അതിന് മറുപടിയായിക്കൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് ചില വരികൾ പാടി, അല്ലദീ സമ്മത്നി ഉമ്മി ഹൈദറ, എന്നെയാണ് എന്റെ ഉമ്മ ഹൈദർ എന്ന് പേര് വിളിച്ചിട്ടുള്ളത്. ഹൈദർ എന്നാൽ സിംഹം, കാട്ടിലാളുകൾ പേടിച്ചു പോകുന്ന സിംഹമാണ് ഞാൻ. അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് മർഹബിനെതിരായി കൊണ്ട് ചില വരികൾ പാടി. അങ്ങനെ അവിടെ ഏറ്റുമുട്ടൽ നടന്നു. അലി ഇബ്നു അബീ ത്വാലിബ് മർഹബിനെ വധിച്ചു കളഞ്ഞു. അങ്ങനെ ഈ സമയത്താണ്, ഈ കോട്ടയിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് നമ്മൾ പലരും കേട്ടിട്ടുള്ള അലി ഇബ്നു അബീ ത്വാലിബ് സ്വന്തം ഒറ്റക്ക് ഒരുപാട് ആളുകൾക്ക് താങ്ങാൻ കഴിയാത്ത വാതിൽ ഒറ്റക്ക് പൊക്കിയെന്ന് പറയുന്ന സംഭവം ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹം ഉദ്ധരിക്കുന്ന ചരിത്രമാണ്. അത് സഹീഹാണോ ദഈഫാണോ എന്നത് ഞാൻ നോക്കിയിട്ടില്ല. അതേപോലെ ഇമാം അൽ ബൈഹഖിയും ഈ സംഭവം ഉദ്ധരിച്ചതായി കാണാം. വലിയ വാതിൽ, അത് അലി ഇബ്നു അബീ ത്വാലിബ് അത് ഉയർത്തിപ്പിടിച്ചത്, അത് പരിചയമായി ഉപയോഗിച്ചത് എന്നിങ്ങനെയുള്ള ചരിത്രങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ ആ കോട്ട മുസ്ലിമീങ്ങൾ കീഴടക്കി കഴിഞ്ഞു. അതിനുശേഷം 8ഓളം കോട്ടയാണ് ആ ഖൈബർ പ്രദേശത്തുള്ളത്. ഹിസ്നു നായിം എന്ന കോട്ട മുസ്ലിമീങ്ങൾ കീഴടക്കി. രണ്ടാമത്തേത് അവർ ഹിസ്നു അസ്സഅബ് ഇബ്നു മുആദ് എന്ന കോട്ടയിലേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെടുകയാണ്. അങ്ങനെ അവർ 3 ദിവസം ഉപരോധിക്കുകയും ആ കോട്ടയും മുസ്ലിമീങ്ങൾ വിജയിച്ചടക്കുകയും ചെയ്തു. ആ കോട്ടയിൽ നിന്നാണ് മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ഭക്ഷണവും
അതേപോലെ ഒരുപാട് മറ്റു സമ്പത്തും ഗനീമത്തായി ലഭിച്ചിട്ടുള്ളത്. അതിനുശേഷം അടുത്ത കോട്ട ഹിസ്നു ഖിൽഅത്തി സുബൈർ എന്ന് പറയുന്ന കോട്ടയിലേക്ക് മുസ്ലിമീങ്ങൾ പുറപ്പെട്ടു പോയി. അങ്ങനെ അതും ഉപരോധിച്ചു. അവിടേക്കുള്ള വെള്ളത്തിനുള്ള മാർഗം അത് മുസ്ലിമീങ്ങൾ തടഞ്ഞു വെച്ചു. അങ്ങനെ അവർ നിവൃത്തിയില്ലാതെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോ കോട്ടയും മുസ്ലിമീങ്ങൾ കീഴടക്കിക്കൊണ്ടേയിരുന്നു. ഹിസ്നു നിസാർ എന്ന കോട്ട, ഇങ്ങനെ അവിടെയുള്ള എല്ലാ കോട്ടകളും മുസ്ലിമീങ്ങൾ വിജയിച്ചടക്കി. യഹൂദികളിൽ നിന്ന് 93ഓളം ആളുകൾ, വാഖീദിയുടെ റിവായത്ത് പ്രകാരം 93ഓളം ആളുകൾ ആ യുദ്ധത്തിൽ മരണപ്പെട്ടു. അങ്ങനെ ആ യുദ്ധത്തിൽ നിന്ന് ബന്ദിയായി ലഭിച്ച ഒരു സ്ത്രീയായിരുന്നു സഫിയ ബിൻത് ഹുയൈ ഇബ്നു അഖ്തബ് എന്ന സ്ത്രീ. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്യുന്ന ചരിത്രം നമ്മൾ ഇതിൽ വായിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് അത് കൂടുതൽ വരും. സഫിയ ബിൻത് ഹുയൈ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു. അതേപോലെ മുസ്ലിമീങ്ങളിൽ നിന്ന് 20ഓളം ആളുകൾ ഷഹീദാവുകയുണ്ടായി. മറ്റു ചില റിവായത്ത് പ്രകാരം 15ഓളം ആളുകൾ. ഖൈബറിലെ മറ്റൊരു സംഭവം, ഒരു മനോഹരമായ ഒരു സംഭവം കാണാം. ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു, ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹം ഖൈബറിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗനീമത്ത് വീതിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിനും ചിലത് നൽകി. അദ്ദേഹം ആ സന്ദർഭത്തിൽ, വീതിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിനുള്ള ഓഹരി സഹാബിമാർ അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം ചോദിച്ചു, എന്താണിത്? അതുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, മാ ഹാദാ യാ മുഹമ്മദ്, മുഹമ്മദ് ഇതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് നിനക്ക് വേണ്ടി ഞാൻ വീതിച്ച വിഹിതമാണ്. അദ്ദേഹം പറഞ്ഞു, മാ അലാ ഹാദാ തബഅതുക വലാകിൻ ഇത്തബഅതുക അലാ അൻ ഉർമാ ഹാഹുന. അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഇതിനു വേണ്ടിയല്ല താങ്കളെ പിൻപറ്റിയിട്ടുള്ളത്, മറിച്ച് ഇവിടെ കഴുത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, എന്റെ ഈ ഭാഗത്ത് അമ്പ് തറക്കുകയും അങ്ങനെ ഷഹീദാവുകയും ചെയ്യുന്നതിനു വേണ്ടിയാണ് ഞാൻ താങ്കളെ പിൻപറ്റിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ തസ്തുഖില്ലാഹ യസ്തുഖ. താങ്കൾ അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തിയാൽ അള്ളാഹും അതേപോലെ നിന്നോട് പ്രവർത്തിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇവിടെ അമ്പ് തറക്കുകയും അങ്ങനെ ഷഹീദായി സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യാനാണ് താങ്കളോടൊപ്പം ഞാൻ പ്രവേശിച്ചിട്ടുള്ളത്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തുകയും അദ്ദേഹത്തെ കൊണ്ടുവരപ്പെടുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ അമ്പ് തറച്ച രൂപത്തിലാണ് പ്രവാചകൻ അദ്ദേഹത്തെ കണ്ടത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖല്ലാഹ ഫസദഖഹു. അദ്ദേഹം അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തിയിരിക്കുന്നു, അതുകൊണ്ട് അള്ളാഹുവും അദ്ദേഹത്തോട് സത്യസന്ധത കാണിച്ചിരിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഒരു ജുബ്ബ നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ ദഫൻ ചെയ്യുന്നത്, ഖബറടക്കുന്നത്, കഫൻ ചെയ്യുന്നത്. അബ്ദുർ റസാഖ് ഉദ്ധരിച്ച സഹീഹായ സംഭവമാണ്. ഇതേപോലെ അള്ളാഹുവിനോട് സത്യസന്ധത കാണിച്ചാൽ അള്ളാഹു തആല അത് പൂർത്തീകരിച്ച് നൽകുന്നതാണ്. എന്നാൽ നമ്മൾ അള്ളാഹുവിനോട് യഥാർത്ഥത്തിൽ സത്യസന്ധത കാണിക്കുന്നുണ്ടോ എന്നതാണ് വിഷയം. അള്ളാഹുവിനോട് ആത്മാർത്ഥമായ ഒരു കാര്യം ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞാൽ അള്ളാഹു അത് അതേപോലെ നടത്തിത്തരും എന്നത് ഈ സംഭവം തെളിവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ ഇതിനിടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷൻ പുരട്ടിയ മാംസം ഖൈബറിൽ ഒരു സ്ത്രീ നൽകുന്നത്. അവരുടെ പേര് സൈനബ് ബിൻത് അൽ ഹാരിസ് എന്നാണ്. സൈനബ് ബിൻത് അൽ ഹാരിസ് എന്നാണ് അവരുടെ പേര്. അവര് സല്ലാം ഇബ്നു മിഷ്കമിന്റെ ഭാര്യയായിരുന്നു. അതേപോലെ ഇബ്നതു അഖി മർഹബിന്റെ സഹോദരന്റെ പുത്രിയാണ് ഈ സൈനബ് ബിൻത് അൽ ഹാരിസ്. ആ സംഭവം നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ കാണാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാംസം ഏതാണ് എന്ന് അന്വേഷിക്കുകയും അങ്ങനെ ആ മാംസം ഏതാണ് എന്ന് അറിയുകയും അതിൽ കുറെ കൂടുതൽ വിഷം ചേർക്കുകയും ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും അത് ഹദിയായി നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിച്ചു.
അത് കഴിക്കാൻ വേണ്ടിയിരുന്നു. സ്വഹാബത്ത് കൂടെയുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വായിലേക്ക് വെച്ചപ്പോൾ തന്നെ ആ മാംസം അത് പറയുകയാണ്, അത് കഴിക്കാൻ പാടില്ല, അതിൽ വിഷമുണ്ട്. ആ മാംസം തന്നെ സംസാരിച്ചു എന്നതാണ് ചില സീറയുടെ കിതാബുകളിലുള്ളത്. എന്നാൽ പ്രവാചകന്റെ കൂടെയുള്ള ബിശ്ർ ഇബ്നുൽ ബറാ എന്ന സഹാബി അത് കഴിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇതിന്റെ തുടക്ക സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദികൾ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, യഹൂദികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്, നിങ്ങൾ എന്തിനാണ് അത് ചെയ്തത്? അവർ പറഞ്ഞത് വളരെ മോശമായ ഒരു മറുപടിയാണ്. അവർ പറഞ്ഞു, താങ്കൾ യഥാർത്ഥ പ്രവാചകനാണ് എങ്കിൽ താങ്കൾക്കൊന്നും സംഭവിക്കുകയില്ല. എന്നാൽ താങ്കൾ ഒരു കള്ളപ്രവാചകനാണ് എങ്കിൽ താങ്കളുടെ ശല്യത്തിൽ നിന്ന്, താങ്കളിൽ നിന്ന് ഞങ്ങൾക്ക് ഇസ്തിറാഹത്ത് വിശ്രമിക്കാവുന്നത്, അല്ലെങ്കിൽ താങ്കളുടെ ശല്യത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുന്നതാണ് എന്ന രൂപത്തിൽ ആ സ്ത്രീ പറഞ്ഞു. യഹൂദികൾ എന്നത് ഇങ്ങനെ പ്രവാചകന്മാരെ വധിക്കാൻ യാതൊരു മടിയുമില്ലാത്തൊരു വിഭാഗമാണ്. അള്ളാഹുവിന്റെ റസൂലുമാരെ വധിക്കുന്നതും അതേപോലെ അള്ളാഹുവിനെ ധിക്കരിക്കാൻ യാതൊരു മടിയുമില്ലാത്തൊരു കൂട്ടമാണ് യഹൂദികൾ. ഇവിടെ പറഞ്ഞ മറുപടി നോക്കൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവിടെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. അവർ വിശ്വസിച്ചോ? ഒരിക്കലുമില്ല. അവരുടെ അഹങ്കാരവും അവരുടെ താൻ പോരിമയും അതൊരിക്കലും അവരെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സമ്മതിക്കാറില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീക്ക് മാപ്പ് നൽകി. എന്നാൽ ബിശ്ർ ഇബ്നുൽ ബറാ എന്ന സഹാബി മരണപ്പെട്ടതിനെ തുടർന്ന് അവരുടെ കുടുംബക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള ഖിസാസ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടപ്പാക്കുകയാണ്. ഒരാൾ കൊല്ലപ്പെട്ടാൽ അതിന് പകരമായി വധശിക്ഷ നൽകുക എന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീക്ക് ഖിസാസ് നൽകി. അങ്ങനെ അവസാനം ഖൈബർ യഹൂദികൾ മുസ്ലിമീങ്ങളുമായി കരാറിലായി. എന്തു വിഷയത്തിൽ? ഖൈബറിൽ ഞങ്ങൾ തന്നെ താമസിച്ചു കൊള്ളാം. അങ്ങനെ ഖൈബറിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളുടെ പകുതി അത് മുസ്ലിമീങ്ങൾക്ക് നൽകുകയും ചെയ്യാം എന്ന കരാറിലായി. അവിടെ ഞങ്ങളെ താമസിക്കാൻ അയക്കുക. എന്നിട്ട് അവിടെ നിന്ന് ലഭിക്കുന്ന കൃഷിയുടെയും ഈത്തപ്പഴത്തിന്റെയും മറ്റും പകുതി മുസ്ലിമീങ്ങൾക്ക് എല്ലാ വർഷവും നൽകാം എന്ന കരാറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സമ്മതിക്കുകയും ചെയ്തു. അതേപോലെ അവരുടെ സമ്പത്ത്, ബാക്കിയുള്ള സമ്പത്തെല്ലാം മുസ്ലിമീങ്ങൾക്ക് നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്തു. എന്നാൽ പ്രവാചകൻ പറഞ്ഞിരുന്നു, നിങ്ങളെ പുറത്താക്കാൻ ഉദ്ദേശിച്ചാൽ മുസ്ലിമീങ്ങൾ നിങ്ങളെ പുറത്താക്കുന്നതാണ്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് അവരെ തൈമായിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും ഖൈബറിലെ യഹൂദികളെ നാടുകടത്തുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരമാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ സമയത്ത് പറഞ്ഞതായി കാണാം, അഖ്രിജു അൽ മുശ്രിക്കീന മിൻ ജസീറത്തുൽ അറബ്, മുശ്രിക്കീങ്ങളെ ജസീറത്തുൽ അറബിന്റെ ഭാഗത്ത് നിന്ന് പുറത്താക്കണം. അങ്ങനെ ആ കൽപ്പന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് നടപ്പിലാക്കുന്നത്. പിന്നീട് അവരിൽ നിന്ന്, യഹൂദികളിൽ നിന്ന് ഒരുപാട് ഉപദ്രവങ്ങൾ മുസ്ലിമീങ്ങൾക്കുണ്ടായി. അതിനെ തുടർന്നാണ് അവരെ പുറത്താക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ യഹൂദികളുടെ ഉപദ്രവങ്ങളിൽ ചിലത് ഏറ്റുവാങ്ങേണ്ടി വന്ന സഹാബിമാരിൽ ഒരാളാണ്. അങ്ങനെ അതിനെ തുടർന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ പുറത്താക്കാൻ വേണ്ടി പറഞ്ഞു. ആ സന്ദർഭത്തിലുള്ള ഒരു കഥ കാണും. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, നിങ്ങൾ ഖൈബർ വിട്ടു പോകണം. അപ്പോൾ അവർ പറഞ്ഞു, എങ്ങനെയാണ് ഞങ്ങളെ ഖൈബറിൽ നിന്ന് പുറത്താക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ ഖൈബറിൽ തന്നെ വിട്ടേക്കാൻ കൽപ്പിച്ചതാണ്, അല്ലെങ്കിൽ പറഞ്ഞതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നിങ്ങളെ പുറത്താക്കുന്ന കാര്യം അവിടുത്തെ മരണത്തിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു, പ്രവാചകൻ അതൊരു തമാശ പറഞ്ഞതാണ്, പ്രവാചകൻ അതൊരു തമാശ പറഞ്ഞതാണ് എന്ന് അവർ പറയുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശക്തമായ രീതിയിൽ അവർക്ക് മറുപടി കൊടുക്കുകയും പിന്നീട് അവരുടെ ഉപദ്രവങ്ങൾ, അവർ മുസ്ലിമീങ്ങൾക്കെതിരെ നടത്തിയ ഉപദ്രവങ്ങൾ കാരണത്താൽ അവരെ ആ ഖൈബറിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അവരെ പുറത്താക്കുകയുണ്ടായി. അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് സ്വർണവും വെള്ളിയും മറ്റൊരുപാട് കാര്യങ്ങളും മുസ്ലിമീങ്ങൾക്ക് ഗനീമത്തായി ലഭിക്കുകയാണ്. ഒരുപാടുണ്ടായിരുന്നു. അത് മുസ്ലിമീങ്ങൾ
ആ ഖൈബറിൽ പങ്കെടുത്ത സ്വഹാബികൾക്ക് ഇടയിൽ അത് വീതിച്ചു. അതല്ലാത്ത ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടില്ല. കുറച്ചാളുകൾക്കല്ലാതെ. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചില കാരണങ്ങൾ ഉള്ളതുകൊണ്ട് ഖൈബറിലേക്ക് വന്നിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിന്റെ വിഹിതത്തിൽ നിന്ന് അദ്ദേഹത്തിന് നൽകിയതായി കാണാം. അതേപോലെ അഹ്ലുസ് സഫീന, മുസ്ലിമീങ്ങളിൽ നിന്ന് ഹിജറ പോയ ആളുകൾ, ആദ്യകാലത്ത് മക്കയിലെ പ്രയാസങ്ങൾ സഹിക്കവയ്യാതെ മക്കയിൽ നിന്ന് അബ്സീനിയയിലേക്ക് ഹിജറ പോയ ആളുകൾ, അവർ ഈ സന്ദർഭത്തിലാണ് തിരികെ വരുന്നത്. ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കും ഒരു വിഹിതം നൽകിയതായി കാണാം. അവർ 53 പുരുഷന്മാരും അതേപോലെ ഒരു സ്ത്രീയുമായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സന്തോഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാം, മാ അദ്രി ബിഅയ്യിഹിമാ അന അസർ, ഞാൻ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്ന് എനിക്ക് അറിയുകയില്ല. ബിഫത്ഹി ഖൈബർ ഔ ബിഖുദൂമി ജഅഫർ, ജഅഫർ വന്നത് കാരണത്താലാണോ അതല്ല ഖൈബർ അത് തുറക്കപ്പെട്ടതിനാലാണോ, ഖൈബർ അത് കീഴടക്കപ്പെട്ടതിനാലാണോ അതല്ല ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്നതിനാലാണോ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്ന് എനിക്ക് അറിയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അവർ അസ്ഹാബു അൽ ഹിജറതൈൻ, 2 ഹിജറയുടെ ആളുകളാണ്. ആദ്യം ഹബശയിലേക്ക് പോയി, ഹബശയിൽ നിന്ന് വീണ്ടും മദീനയിലേക്ക് ഹിജറ ചെയ്തു വരികയുണ്ടായി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖൈബർ യുദ്ധത്തിന് മുമ്പേ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഖൈബറിന് ശേഷമാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി എന്നതാണ് അദ്ദേഹത്തിന്റെ പേര്. ദൗസ് ഗോത്രക്കാരനാണ്. അങ്ങനെ ദൗസീയങ്ങളിൽപ്പെട്ട ദൗസുകാരായ ചില ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ഖൈബറിലെ ഓഹരിയിൽ നിന്ന് നൽകുകയുണ്ടായി. അങ്ങനെ മുസ്ലിമീങ്ങൾ ഖൈബർ കീഴടക്കിയ സന്ദർഭത്തിൽ അഹ്ലു ഫദക്കുകാർ അവർ ഈ വിവരം അറിയുകയും അവർ ഭയപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. അതേപോലെ മറ്റു ചില നാടുകളും മുസ്ലിമീങ്ങൾ ആ സന്ദർഭത്തിൽ കീഴടക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് വാദിൽ ഖുറ എന്ന് പറയുന്ന സ്ഥലം. മുസ്ലിമീങ്ങൾ അവിടെ ഉപരോധിക്കുകയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അവരോട് ചെറിയ രൂപത്തിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ആ സ്ഥലം മുസ്ലിമീങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ അവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരാറിലായി. അതേപോലെ തൈമ എന്ന പ്രദേശം അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കരാറിലായി, ജിസിയ നൽകാം എന്ന കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കരാറിലായി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഖൈബർ യുദ്ധത്തിനോടനുബന്ധിച്ച് നമുക്ക് കാണാവുന്നതാണ്. ഇനി ആ വരികൾ അതിൽ ചിലത് പറയാം. വകാന ഫത്ഹു ഖൈബറിൻ ഫി സാബിഅ, ഖൈബർ യുദ്ധം ഹിജറ 7 സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ വഹദ്റു ലഹ്മിൽ ഹുമുരിൽ അഹ്ലിയ, അഹ്ലിയായ കഴുതയുടെ മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കി. അഹ്ലി എന്ന് പറഞ്ഞാൽ നാട്ടിലുണ്ടാകുന്ന കഴുത. ആ കഴുതയുടെ മാംസം കഴിക്കുക എന്നത് പാടില്ലാത്തതാണ്. എന്നാൽ വഹ്ഷിയായ കാട്ടിലുള്ള കഴുതകൾ അതിന്റെ മാംസം അത് അനുവദനീയമാണ്. ഒരു മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറാമാക്കിയാൽ അതിൽ നിന്ന് കിട്ടുന്ന മറ്റു കാര്യങ്ങളും അതിന്റെ കുറെ ഹറാമാണ്. അതിന്റെ പാല് അതേപോലുള്ളതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ബാംഗ്ലൂർ ഞാൻ പഠിച്ച സ്ഥലത്ത് ഇങ്ങനെ കഴുതയുമായി ചില ആളുകൾ ഇങ്ങനെ പോകുന്നതായി കാണാം. അതിൽ നിന്ന് ചില ആളുകൾ പാല് വാങ്ങി വീട്ടിൽ വെക്കുന്നതും കാണാം. അതും പാടില്ല. അതിന്റെ പാലും മേടിക്കുക എന്നത് പാടില്ലാത്തതാണ്. നാട്ടുകഴുതയുടെ ഇറച്ചിയും അതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം ഹറാമാണ്, നിഷിദ്ധമാണ്. അതിനുശേഷം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി പറഞ്ഞിട്ടുള്ളത് ഫീഹാ വ മുതഅത്തിൻ നിസാ അർറദിയ്യ, മോശമായ അല്ലെങ്കിൽ മുതഅ വിവാഹം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കുകയുണ്ടായി. അത് ഖൈബർ യുദ്ധ ദിവസമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നതാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത്.
എന്താണ് മുത്അ വിവാഹം? ഒരു സ്ത്രീയുമായി വിവാഹബന്ധം തന്നെയാണ്, പക്ഷെ ഒരു നിശ്ചിത അവധി ഉണ്ടാകും. ഇത്ര കാലത്തേക്ക് ആണ് വിവാഹം. ആ അവധി കഴിഞ്ഞാൽ പിന്നെ ആ കല്യാണം അത് തലാഖാകും. ആ വിവാഹബന്ധം വേർപിരിയും. ഒരു വർഷത്തേക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസത്തേക്ക്. ഇത് ഇപ്പോഴും നിലവിലുള്ളത് റാഫിദി ഷിയാക്കളുടെ അരികിലാണ്. അവർ ഇത് വലിയ പുണ്യകർമ്മമായിട്ടാണ് അവർ ഇപ്പോഴും ഇതിനെ കാണുന്നത്. യുവാക്കളെ അവരുടെ ദീനിലേക്ക് ആകർഷിക്കാൻ ഈ ഒരു വഴി അവർ ഉപയോഗിക്കുന്നതായും കാണാം. അതേപോലെ അതിനുശേഷം പറഞ്ഞത് സുമ്മ അല ഉമ്മി ഹബീബത്തിൻ അഖദ്. പിന്നീട് ഉമ്മു ഹബീബയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു. അവരുടെ പേര് റംല ബിൻത് അബി സുഫിയാൻ. അബൂ സുഫിയാന്റെ മകളാണ് റംല. ഉമ്മു ഹബീബ എന്ന് പറയുന്ന അബൂ സുഫിയാൻ അന്ന് മുസ്ലിം ആയിട്ടില്ല, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഉമ്മു ഹബീബയാകട്ടെ അവർ ഹബശയിലേക്ക്, അബ്സീനിയയിലേക്ക് ഹിജറ പോയ സ്ത്രീകളിൽപ്പെട്ട ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകരം വക്കീലിനെ അയച്ചുകൊണ്ടാണ് ആ വിവാഹം നടക്കുന്നത്. പകരം ഒരാളെ ഏൽപ്പിക്കുക. അങ്ങനെ മറ്റൊരു സഹാബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകരം ആ വിവാഹം നടത്തുന്നത്. ഉമ്മു ഹബീബയുമായുള്ള വിവാഹം. അതിന് മഹർ കൊടുത്തതാകട്ടെ വമഹ്റഹ അൻഹു നജാശിയു നഖദ്. അതിന് മഹർ നൽകിയത് നജാശിയാണ്. ഇവർക്കാണ് ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ മഹർ ലഭിച്ചിട്ടുള്ളത്. കാരണം അത് കൊടുത്തിട്ടുള്ള രാജാവാണ് അവർക്ക് മഹർ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 400 ദീനാറുകളാണ് അവർക്ക് മഹറായി നൽകിയിട്ടുള്ളത്. വസുമ്മ ഫീ ഷാത്തിൻ ബിഹാ ഹദിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആടിന്റെ ഇറച്ചിയിൽ വിഷം പുരട്ടുകയും അത് കൊടുത്തതുമായ സംഭവം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ثم اصطفى صفية صفية. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫിയ്യ ബിൻതു ഹുയൈ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയാണ്. അവരെ കല്യാണം കഴിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട സംഭവം നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ഖൈബർ യുദ്ധത്തിൽ ബന്ദികളായി പിടിച്ച അടിമകളിൽപ്പെട്ട ഒരാളായിരുന്നു സഫിയ്യ ബിൻതു ഹുയൈ. ഇവരുടെ പിതാവാകട്ടെ ഹുയൈ എന്നത് ഹുയൈ ഇബ്നു അഖ്തബ് മുസ്ലിമീങ്ങൾക്കെതിരിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഖൈബർ യുദ്ധം അല്ലെങ്കിൽ ഖൈബറിൽ വന്ന് താമസമാക്കുകയും പിന്നീട് ഖൈബറിൽ നിന്ന് മദീനയിലേക്ക് വരികയും അവിടെ ഉണ്ടായിരുന്ന യഹൂദികളോട് മുസ്ലിമീങ്ങളോടുമായുള്ള കരാർ അത് ലംഘിക്കാൻ അവരോട് പറയുകയും അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത് ഈ ഹുയൈ ഇബ്നു അഖ്തബാൻ. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വധിച്ചു കളയുന്നു കരാർ ലംഘനത്തിന്റെ പേരിൽ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബി, ആ സഹാബിക്കായിരുന്നു സഫിയ്യ ബിൻതു ഹുയൈ അവരെ ലഭിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില സഹാബിമാർ പറഞ്ഞു മാ തസ്ലുഹു ഇല്ലാ ലക. അവരെ സഫിയ്യയെ താങ്കൾക്കല്ലാതെ യോജിക്കുകയില്ല. കാരണം ദിഹ്യ എന്ന സഹാബിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫിയ്യയെ നൽകിയിട്ടുള്ളത്. സഫിയ്യ ബിൻതു ഹുയൈ ആകട്ടെ സയ്യിദു ഖുറൈദ, അതേപോലെ നദീർ എന്ന യഹൂദ ഗോത്രത്തിന്റെ നേതാവിന്റെ മകളാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ അവരെ എടുക്കണമെന്നാണ് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് അവരെ മോചിപ്പിക്കുകയും അവരെ വിവാഹം ചെയ്യുകയും ചെയ്തു. സഫിയ്യ ബിൻതു ഹുയൈ റളിയല്ലാഹു അൻഹ. പിന്നീട് ثم أتت ومن بقي مهاجرة. പിന്നീട് മുഹാജിരീങ്ങളായിക്കൊണ്ട് ഹിജറ ചെയ്തുകൊണ്ട് ഹബശയിലുള്ള ആളുകൾ തിരിച്ചു വന്നു. അത് നമ്മൾ പറഞ്ഞതുപോലെ ജാഫർ ഇബ്നു അബി താലിബിന്റെ നേതൃത്വത്തിലാണ് അവർ മദീനയിലേക്ക് തിരികെ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സന്തോഷിച്ച സന്ദർഭമാണ്. അവരുടെ കൂടെ അബൂ മൂസ അശ്അരിയും അതേപോലെ യമനുകാരും ഉണ്ടായിരുന്നു. യമനുകാർ അവർ യമനിൽ നിന്ന് മദീനയിലേക്ക് ലക്ഷ്യമാക്കി പുറപ്പെട്ടതാണ്. എന്നാൽ അവർ സഞ്ചരിച്ച കപ്പൽ അത് കാറ്റിലും മറ്റും പെട്ട് എത്തുന്നത് എത്യോപ്യയിലാണ്.
അന്നത്തെ ഹബഷ എന്ന് പറയുന്നത് ഇന്നത്തെ എത്യോപ്യ, അതേപോലെ ജിബൂട്ടി, അങ്ങനെയുള്ള നാടുകൾ ഒരുമിച്ച് കൂടിയതാണ്. അവിടേക്ക് എത്തുകയും നജാഷിയുടെ കൂടെ താമസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ പിന്നീട് ഖൈബർ യുദ്ധത്തിന്റെ സമയത്താണ് അവർ തിരികെ മദീനയിലേക്ക് എത്തുന്നത്. വഅഖ്ദു മൈമൂനത കാന അൽ-ആഖിറ. അടുത്തതായി ഇവിടെ പറഞ്ഞിട്ടുള്ളത് അഖ്ദു മൈമൂന, മൈമൂനയുമായുള്ള വിവാഹമാണ്. മൈമൂന ബിൻത് അൽ ഹാരിസ് അൽ ഹിലാലിയ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ. അവർക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റാരെയും വിവാഹം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് കാനൽ ആഖിറ, അവരാണ് ഏറ്റവും അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത് എന്നിവിടെ പറഞ്ഞു. വഖബ്ലു, ഖൈബർ യുദ്ധത്തിന് മുമ്പ് തന്നെ ഇസ്ലാമു അബീ ഹുറൈറ, അബൂ ഹുറൈറ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം നബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വരുന്നത് ഖൈബർ യുദ്ധത്തിന്റെ സമയത്താണ്. ഹിജറ 7-നാണ്. നോക്കൂ നിങ്ങൾ, ഹിജറ 7-ന് വന്ന സഹാബിയാണ് ഏറ്റവും കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ളത്. ആകെ കൂടിപ്പോയാൽ 4 വർഷമാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഹിഫ്ള് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. പ്രവാചകന്റെ മുഅ്ജിസത്തുകളിൽ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഹിഫ്ളിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കേട്ട കാര്യങ്ങളൊന്നും മറക്കുകയില്ല. അതേപോലെ അദ്ദേഹത്തിന്റെ ഉമ്മയുമായി ബന്ധപ്പെട്ട ചരിത്രം വളരെ മനോഹരമായ ചരിത്രമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അദ്ദേഹം അഹ്ലു സുഫയിൽപ്പെട്ട സഹാബിമാരിൽ ഒരാളാണ്. അഹ്ലു സുഫ എന്ന് പറഞ്ഞാൽ മദീനയുടെ പള്ളിയുടെ പിറകിൽ താമസിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കാണ് അഹ്ലു സുഫ എന്ന് പറയുക. എല്ലാ സമയത്തും പള്ളിയിലാണ് ഉണ്ടാവുക. ഒരുപാട് സംഭവങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഒരു കഥ, അദ്ദേഹം വിശപ്പ് കാരണം ഭക്ഷണം കഴിക്കാനില്ലാതെ അദ്ദേഹം വഴിയിൽ നിൽക്കും. എന്നിട്ട് ആ വഴിയിൽ വരുന്നവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ഭക്ഷണം ചോദിക്കുകയല്ല, അവരുടെ അഭിമാനം അതിന് സമ്മതിക്കുകയില്ല. അങ്ങനെ അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നതായി കാണാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വഴി വന്നു. ഞാൻ അദ്ദേഹത്തോട് ചില സംശയങ്ങൾ ചോദിച്ചു. എന്തിനു വേണ്ടിയാണ് സംശയം ചോദിക്കുന്നത്? എനിക്ക് അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് എന്റെ അവസ്ഥ കണ്ടുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നൽകിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്നു, അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു പോയി. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നു, അദ്ദേഹത്തോടും ഇതേപോലെ തന്നെ ചോദിച്ചു. അദ്ദേഹവും അതിന് മറുപടി പറഞ്ഞുകൊണ്ട് പോയി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരികയാണ് ആ വഴി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. അദ്ദേഹത്തെയും കൂട്ടി പ്രവാചകന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പ്രവാചകന്റെ വീട്ടിൽ കുറച്ച് പാലുണ്ട്. അബൂ ഹുറൈറ പറയുന്നു, ആ പാലാകട്ടെ കുറച്ചേ ഉള്ളൂ, എനിക്ക് തന്നെ കുടിക്കാൻ മതിയാവുകയില്ല. പ്രവാചകൻ പറഞ്ഞു, അഹ്ലു സുഫയിൽപ്പെട്ട എല്ലാ സ്വഹാബിമാരെയും കൂട്ടി വരാൻ. അങ്ങനെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും കൂട്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഒന്നാണ്, അവർ എല്ലാവരും അത് കുടിക്കുകയും എല്ലാവരും വയറ് നിറക്കുകയും ചെയ്തു. അതേപോലെ മറ്റൊരു സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ എല്ലാ ആളുകൾക്കും ഈത്തപ്പഴം നൽകി. മറ്റൊരു സന്ദർഭത്തിലാണ്. അങ്ങനെ ആ ഈത്തപ്പഴം ഓരോ ആളുകൾക്കും 2 ഈത്തപ്പഴം വെച്ചാണ് നൽകുന്നത്. വിശന്ന് അങ്ങേയറ്റത്തെ വിശപ്പിലാണ് എല്ലാവരും ഉള്ളത്. അങ്ങനെ എല്ലാവരും കഴിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കയ്യിൽ 2 ഈത്തപ്പഴം ഉണ്ടായിരുന്നു. ഒന്ന് കഴിച്ചു, ഒന്ന് ബാക്കിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാണ് അത് ബാക്കിയാക്കിയിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, അതെന്റെ ഉമ്മാക്ക് വേണ്ടിയാണ്, കാരണം ഉമ്മയും വീട്ടിൽ പട്ടിണിയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ്. വബഅദു ഉംറത്തുൽ ഖളാ അശ്ശഹീറ, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറ നിർവഹിക്കുകയാണ്. ഉംറത്തുൽ ഖളാ എന്നറിയപ്പെടുന്ന ഉംറ. എന്താണ് ഉംറത്തുൽ ഖളാ എന്ന് പറഞ്ഞാൽ? ഖളാ വീട്ടിയ ഉംറ എന്നല്ല, ഉംറത്തുൽ ഖളിയ്യ എന്നാണ് അതിന്റെ അർത്ഥം. മുശ്രിക്കീങ്ങളുമായി കരാറ് ചെയ്തിരുന്നു. ഹുദൈബിയ സന്ധിയിൽ പിറ്റേ വർഷം വരികയും ഉംറ ചെയ്യുകയും ചെയ്യുമെന്ന്. ആ ഉംറക്കാണ് ഉംറത്തുൽ ഖളാ എന്ന് പറയുന്നത്.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറ നിർവഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ 4 ഉംറകളാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഹുദൈബിയ സന്ധി നടന്ന ഉംറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഖുറൈശികൾ തടഞ്ഞപ്പോൾ അവിടെ വെച്ച് മുടി കളയുകയും അവർ കൊണ്ടുവന്ന ആടുകളെ അത് അറുക്കുകയും ചെയ്തു. അതൊരു ഉംറയാണ്. അതിനുശേഷം അവരുമായി കരാറിലായിട്ടുള്ള ഉംറത്തുൽ ഖദിയ എന്ന അർത്ഥം വരുന്ന അവിടെ മുശ്രിക്കീങ്ങളുമായി കരാറിലായ ഉംറ അത് നിർവഹിച്ചു. പിന്നീട് ജിഅറാനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഉംറ ഹജ്ജിന്റെ കൂടെയുള്ള ഉംറയാണ്. അങ്ങനെ 4 ഉംറകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. അതെല്ലാം ദുൽഖഅദ മാസത്തിലാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റ് രാജാക്കന്മാരിലേക്ക് കത്തുകൾ അയച്ചതാണ്. അത് ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസം നമുക്ക് പറയാവുന്നതാണ്. ഇപ്പോൾ മദീനയിലെ അന്തരീക്ഷം ശാന്തമാണ്. അടുത്തുള്ള ആളുകൾ അധികവും മുസ്ലിമീങ്ങളുമായി കരാറിലാണ്. അതുകൊണ്ട് തന്നെ മറ്റു നാടുകളിലേക്ക് ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ രാജാക്കന്മാരിലേക്കും കത്തുകൾ എഴുതുന്നതാണ്. അത് മനോഹരമായ സംഭവങ്ങളാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസം നമുക്കത് വായിക്കാവുന്നതാണ്. വഹാദ വല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സല്ലല്ലാഹു വസല്ലം